ഹലോ. ഇന്ന് ഉച്ചക്കലത്തേക്ക് നമുക്ക് ചോറിനൊപ്പം കുറച്ച് കണവക്കറി കൂടി ആയാലോ? രാവിലെ ഞാൻ റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ വാങ്ങാൻ കയറിയപ്പോഴത്തേക്ക് അവിടെ കണവ മീൻ ഇരിക്കുന്നുണ്ട്. ഒത്തിരി നാളായി കേട്ടോ നമ്മൾ കണവയൊക്കെ വാങ്ങിച്ച് കറി വെച്ചിട്ട്. സാധാരണ കണവ വാങ്ങുമ്പോഴത്തേക്ക് ഇവിടെ തോരനാണ് വെക്കുന്നത്. ഇന്ന് നമുക്ക് മരച്ചീനിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കറിയാവാമെന്ന് വിചാരിച്ചു കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ള കറി വയ്ക്കാമെന്ന് വെച്ചു. തീരെ ചെറിയ കണവയൊന്നും അല്ല കേട്ടോ, ഒരു മീഡിയം ടൈപ്പിലുള്ള കണവയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് വൃത്തിയാക്കി കൊണ്ടുവരാമേ. ഞാൻ ദേ കണവയൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി വെക്കാൻ ഒരുങ്ങിയാലോ? നമുക്ക് ആദ്യം തന്നെ അടുപ്പിലോട്ട് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെറിയുള്ളിയും ഞാനൊരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലും ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കണവ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടിട്ടുള്ളതല്ല, അങ്ങനെയാണ് കേട്ടോ. ചെറിയുള്ളിയാണ് സാധാരണ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളി നമ്മൾ എണ്ണയിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. ഉള്ളിയുടെ ഈ നിറമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അത് ചതച്ച് ഈ ഉള്ളിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു വലിയ തക്കാളി കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരണമല്ലോ. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3 പച്ചമുളക്, എരിവ് ഉള്ള പച്ചമുളകാണെങ്കിൽ 2 ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല നാടൻ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കറിവേപ്പില കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കരിഞ്ഞൊന്നും പോകരുത്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും കേട്ടോ. ഈ പൊടികളോടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്ന ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പം വൃത്തിയാക്കി വെച്ചിരുന്ന കണവ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഈ ചട്ടിക്കകത്ത് കറി പാകമായി വരത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇത് ചട്ടി നിറഞ്ഞിരിക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ വേറൊരു ചട്ടിക്കകത്തേക്ക് മാറ്റാം. എന്തായാലും നോക്കട്ടെ. നമുക്കിനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ കുറച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാവേ. ഒരു തേങ്ങയുടെ പാലൊന്നും വേണ്ട, കുറച്ച് തേങ്ങാപ്പാൽ മതി. കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് ഒന്നുകൂടെ അടച്ചു വെച്ച് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവേ. ഇതിപ്പോൾ ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാലേ ഉള്ളൂ കേട്ടോ. ഒത്തിരി തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 1-2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ കൂടുതലിട്ട് തിളപ്പിക്കാൻ പോകണ്ട. ഇതിനകത്തേക്ക് ഞാൻ വീണ്ടും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും. കറിവേപ്പില ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് അടച്ച് വെച്ചിരിക്കാം കേട്ടോ. കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്കകത്ത്. ഇപ്പം കറിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അടുപ്പെല്ലാം ഓഫ് ചെയ്ത് നല്ല കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മണമാണ് കേട്ടോ. ഇതിൻ്റെ അടപ്പ് തുറക്കുമ്പോഴേ എന്തൊരു മണമാണെന്നറിയാമോ. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് വേറെ 2-3 കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കണവ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ മരച്ചീനി ഉടച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോവയ്ക്ക കൊണ്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചോറ് കഴിക്കാൻ സമയമായി. എന്നാൽ പിന്നെ നമുക്ക് കഴിച്ചാലോ. ഞാൻ ചോറെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. കറി എടുക്കുകയാണ് കേട്ടോ. നല്ല മണവും നല്ല രുചിയായിട്ടുള്ള ഒരു കണവക്കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് പുതിയ വീഡിയോസ് ഇടാൻ തോന്നുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.